أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تدخلوا بيوتا غير بيوتكم حتى تستأنسوا وتسلموا على أهلها ذلكم خير لكم لعلكم تذكرون. സൂറത്തു നൂർ 27. യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വസിച്ചവരെ, ലാ തദ്ഖുലു, നിങ്ങൾ പ്രവേശിക്കരുത്, ബുയൂത്തൻ, വീടുകളിൽ, ഗൈറ ബുയൂത്തിക്കും, നിങ്ങളുടെ വീടല്ലാത്ത, ഹത്താ തസ്തഅ്നിസു, അവർ നിങ്ങൾക്ക് ഇണക്കം അറിയിക്കുന്നത് വരെ. അനിസ എന്ന് പറഞ്ഞാൽ ഇണങ്ങി എന്നാണ്, അയന്നുണ്ടായ വാക്കാണ് ഇസ്തഅ്നസ, ഇണക്കം കാണിച്ചു അല്ലെങ്കിൽ തൃപ്തി അറിയിച്ചു എന്നൊക്കെ അർത്ഥം. അപ്പോൾ തുസല്ലിമു, നിങ്ങൾ സലാം ചൊല്ലുന്നത് വരെയും, അല അഹ്ലിഹ, അവരുടെ അതിൻ്റെ ആളുകൾക്ക് അഥവാ വീട്ടുകാർക്ക്, ദാലിക്കും, അത്, ഖൈറുല്ലക്കും, നിങ്ങൾക്ക് ഉത്തമമാണ്, ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ബോധവാന്മാർ ആയേക്കാം. മുകളിൽ പിശാചിന്റെ കാൽപ്പാടുകൾ പിന്തുടരരുത് എന്നാണല്ലോ പറഞ്ഞത്. അതിൻ്റെ കീഴിൽ പറയുന്ന മറ്റൊരു വർത്തമാനമാണിത്. പിശാചിന്റെ കാൽപ്പാടുകൾ പിന്തുടരാതിരിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റായ കാര്യങ്ങളിലേക്ക്. കാരണം പിശാച് കൽപ്പിക്കുന്നത് യഅ്മുറു ബിൽ ഫഹ്ശായി വൽ മുൻകർ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ വീടുകളിൽ, അന്യരുടെ വീടുകളിൽ പാലിക്കേണ്ട മര്യാദ പഠിപ്പിക്കുകയാണ്. കാരണം പല വിഷയങ്ങളുണ്ട് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ. ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്ത്രീ വന്ന് പറഞ്ഞ പരാതി പണ്ഡിതന്മാർ ഈ ആയത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞത്, യാ റസൂലല്ലാ, ഇന്നി അകൂനു ഫി ബൈത്തി അലാ ഹാലില്ല ഉഹിബ്ബു അൻ യറാനി അലൈഹാ അഹദ്. മറ്റൊരാളും എന്നെ കാണാൻ ഞാൻ ഇഷ്ടപ്പെടാത്ത കോലത്തിലായിരിക്കും ഞാൻ വീട്ടിന്റെ ഉള്ളിലുണ്ടാക്കുക. വഇന്നഹു ലാ യസാലു യദ്ഖുലു അലയ്യ റജുലുൻ മിൻ അഹ്ലി, എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ എൻ്റെ അകത്ത് കടന്നുകൊണ്ടിരിക്കും. വഅന അലാ തിൽക്കൽ ഹാൽ, ഞാൻ ആ കോലത്തിലായിരിക്കെ. ഫകൈഫ അസ്നഉ, അപ്പം ഞാൻ എന്ത് ചെയ്യും? ഫനസലത്ത്, അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത്, യാ അയ്യുഹല്ലദീന ആമനു. അല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ, അഥവാ ഒന്ന്, അത് സ്വകാര്യതയാണ്. അഥവാ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും വീട്ടിനകത്ത് ഒരിത്തിരി ആശ്വാസവും സ്വാതന്ത്ര്യവും ഒക്കെ കിട്ടണം. അവർക്കിങ്ങനെ ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ കഴിയേണ്ടി വരുന്ന അവസ്ഥ വീട്ടിലുണ്ടാവരുത്. അതുകൊണ്ട് തന്നെ അവർ വീട്ടിലുള്ള സമയത്ത് കയറി ചെല്ലുന്നവർ അനുവാദം ചോദിക്കണം. ഇസ്തിഇനാസ് എന്നാണ്. ഇസ്തിഇനാസ് എന്ന് പറഞ്ഞാൽ അനുവാദം ചോദിക്കട്ടെ, വരട്ടെ എന്ന് ചോദിക്കലുമല്ല, അതിനേക്കാളും അപ്പുറത്തുള്ളൊരു കാര്യമാണ്. ചോദിച്ചാലും ചിലപ്പോൾ വേണ്ടാന്ന് പറയാമല്ലോ. അപ്പോൾ നിങ്ങൾ ചെല്ലുന്നത്, അകത്തേക്ക് ചെല്ലുന്നത് അവർക്ക് തൃപ്തിയാണ് എന്ന ഒരു ഭാവം പ്രകടിപ്പിക്കുന്നത് വരെ എന്നാണ്. ഹത്താ തസ്തഅ്നിസു, നിങ്ങൾ ഇണക്കം അറിയിക്കുന്നത് വരെ എന്നൊക്കെ പറഞ്ഞാൽ ഇണക്കം അറിയുന്നത് വരെ എന്നാണ്. പിന്നെ സലാം പറയുകയും ചെയ്യുന്നത് വരെ. വതുസല്ലിമു അല അഹ്ലിഹ. അപ്പോൾ അന്യൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ലാ തദ്ഖുലു ബുയൂത്തൻ ഗൈറ ബുയൂത്തിക്കും, നിങ്ങളുടെ വീടല്ലാത്ത വീടുകളിൽ. പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, അത് ബന്ധുക്കളുടെ വീടാകാം, അല്ലെങ്കിൽ മാതാപിതാക്കൾ പാർക്കുന്ന വീടാകാം. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സഹാബി ഉമ്മാന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴും അനുവാദം ചോദിക്കണമോ എന്ന് ചോദിച്ചപ്പോൾ, ഉമ്മയെ നഗ്നനായി കാണുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കുക ചെയ്തത്. അപ്പം അങ്ങനെ വീട്ടിനുള്ളിൽ ആളുകൾ വസ്ത്രം മാറും, ഇങ്ങനെയൊക്കെയുള്ള പലതും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സാന്നിധ്യം അറിയിച്ച് വരുന്നുണ്ട് എന്ന് അവരുടെ ഒരു തൃപ്തി അറിഞ്ഞ് സലാം പറഞ്ഞ് വേണം കയറി ചെല്ലാൻ എന്നർത്ഥം. അത് ഗൈറ ബുയൂത്തിക്കും എന്ന് പറഞ്ഞാൽ
നിങ്ങൾ പാർക്കുന്ന നിങ്ങളുടെ സ്വന്തം മുറിയല്ലാത്ത അല്ലെങ്കിൽ സ്വന്തം വീടല്ലാത്ത എല്ലാ വീട്ടിലേക്കും എന്നാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. ഗൈറ ബുയൂത്തിക്കും എന്ന് പറഞ്ഞാൽ അത് സഹോദരങ്ങളുടെ വീടാകാം, സഹോദരിമാരുടെ വീടാകാം, പിന്നെ മാതാപിതാക്കളുടെ വീടാകാം, അല്ലെങ്കിൽ മുതിർന്ന മക്കളുടെ വീടാകാം. ഈ സൂറത്തിൽ തന്നെ 58-ാമത്തെ ആയത്ത് മുതൽ ഇതിന്റെ കുറച്ചുകൂടി വിശദമായി വരുന്നുണ്ട്. ഇവിടെ അടുത്ത ആയത്തുകളിൽ തന്നെ ഇതിന്റെ ബാക്കി വിശദാംശങ്ങളും വരുന്നുണ്ട്. ബാക്കി നമുക്ക് അവിടുന്ന് പറയാം. ഏതായാലും മനുഷ്യന്റെ പ്രൈവസി അംഗീകരിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ എന്താണ് പ്രശ്നം? ഒന്നുകിൽ അവിടെ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ, ഒരു സ്ത്രീ മാത്രം ഇരിക്കുന്ന അവസ്ഥ ഉണ്ടാകാം. അപ്പോൾ ഒരു പുരുഷൻ അങ്ങോട്ട് കയറി ചെന്നു. പിന്നെ കാണുന്നത് ആ വീട്ടിന്റെ ഉള്ളിൽ ഒരു സ്ത്രീ മാത്രമുള്ള വീട്ടിന്റെ ഉള്ളിൽ നിന്നൊരു പുരുഷൻ ഇറങ്ങിപ്പോകുന്നതാണ് കാണുന്നത്. അപ്പോ നേരത്തെ പറഞ്ഞ ഈ പിന്നെ വ്യഭിചാരാരോപണം ഉന്നയിക്കൽ, അല്ലെങ്കിൽ വ്യഭിചാരാരോപണത്തിൽ വ്യഭിചാരത്തിന്റെ കാര്യത്തിൽ സംശയം തോന്നൽ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകാം. ഒന്ന്. രണ്ട്, ആ വീട്ടിനകത്തുള്ള സ്ത്രീക്ക് തന്നെ പേടിയാകാൻ കാരണമാകുന്ന സ്ഥിതി ഉണ്ടാകാം. അപ്പോൾ നിർബന്ധിതമായിട്ട് ഇങ്ങോട്ട് കടക്കരുത് എന്ന് പറയേണ്ടി വരുന്ന ഗതികേട് ഉണ്ടാകും. ഇങ്ങനെ മറ്റുള്ളവർക്ക് സംശയം തോന്നാം, സ്വയം അസ്വസ്ഥത തോന്നാം. അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഖൽവത്ത് നിരോധിക്കപ്പെട്ടൊരു കാര്യമാണ്. അന്യ സ്ത്രീയും പുരുഷനും ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു റൂമിലൊക്കെ ഒറ്റയ്ക്കാകല്, അതും സംഭവിക്കാം. ഈ സദാചാര വിഷയങ്ങളല്ലാതെ തന്നെ മറ്റുള്ളവർ കാണാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ വേറെയും ഉണ്ടാകും ആളുകൾക്ക്. അഥവാ വീട് എന്ന് പറയുന്നത് അവിടുത്തെ താമസക്കാരുടെ പ്രൈവറ്റ് ഏരിയയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ വാടകയ്ക്ക് കൊടുത്ത വീട്ടിലേക്ക് അതിന്റെ മുതലാളി അവരുടെ അനുവാദമില്ലാതെ കയറി ചെല്ലാൻ പാടില്ല. കാരണം വാടകയ്ക്ക് കൊടുത്തതോടുകൂടി അത് അവരുടെ ബുയൂത്താണ്. ഗൈറ ബുയൂത്തിക്കും. ഉടമസ്ഥതയല്ല ഇവിടെ വിഷയം, പകരം ഉപയോഗമാണ്. വാടകയ്ക്ക് കൊടുക്കല്ല. ഇനി സൗജന്യമായിട്ട് താമസിക്കാൻ കൊടുത്താൽ പോലും താമസിച്ചു കൊണ്ടിരിക്കെ അത് അവരുടെ വീടാണ്. അവരുടെ താമസ സ്ഥലത്തേക്ക്, നമ്മുടെ വീട്ടിൽ വിരുന്ന് വന്ന ആളുകളുടെ മുറിയിലേക്ക് അവരുടെ അനുവാദമില്ലാതെ കടന്നു ചെല്ലാൻ പറ്റില്ല. ഈ വീടിനെ കുറിച്ച് പറഞ്ഞതൊക്കെ മുറികളെ കുറിച്ചും ബാധകമാണ്. അത് ഫ്ലാറ്റിൽ താമസിക്കുന്നവർ, അതുപോലെ ലോഡ്ജിൽ അടുത്തടുത്ത റൂമുകളിൽ താമസിക്കുന്നവർ, വീട്ടിൽ തന്നെ വ്യത്യസ്ത മുറികളിൽ കഴിയുന്നവർ, വീട്ടിൽ വന്ന അതിഥിക്ക് കിടക്കാൻ കൊടുത്ത മുറി, ഇങ്ങനെയൊക്കെയുള്ളതിലൊക്കെ അനുവാദമില്ലാതെ കടന്നു ചെല്ലരുത്. അനുവാദം മാത്രം, ഇണക്കം മാത്രമുണ്ടായി അനുവാദം ചോദിക്കുകയല്ല, വരട്ടെ എന്ന് മേ ഐ കമിൻ സർ എന്ന് പറയുകയുമല്ല, ആളെ അറിയിച്ചിട്ട് വന്നോളൂ എന്ന് അവർ സന്തോഷത്തോടു കൂടി പറയുന്ന ഒരു സ്ഥിതിയാണ് ഇസ്തിനാസ്. അപ്പോൾ തുസല്ലിമു അല അഹ്ലിഹ, അതിൻ്റെ ആളുകൾക്ക് ആ താമസ സ്ഥലത്തുള്ളവർക്ക് സലാം പറയുകയും വേണമെന്നാണ്. അതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, സലാം പറയണം എന്ന് പറയുന്നത് അതിൻ്റെ പ്രാധാന്യമാണ്. അഥവാ എല്ലാ കാലത്തും എല്ലാ നാട്ടിലുമുള്ള സത്യവിശ്വാസികൾ പരസ്പരം കാണുമ്പോൾ അഭിവാദ്യം ചെയ്യേണ്ടത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്നാണ്. അതാണല്ലോ സലാം പറയും. അങ്ങനെ പറയണം. അതിൻ്റെ തെളിവാണിത്. പിന്നെ അല അഹ്ലിഹ എന്ന് പറഞ്ഞാൽ ആ വീട്ടിലുള്ളവർക്ക് എന്നാണ്. അത് സ്ത്രീകളാകാം, പുരുഷന്മാരാകാം, കുട്ടികളാകാം, ഇങ്ങനെയുള്ള ആരുമാകാം. അപ്പം അവർക്കൊക്കെ സലാം പറയാം. വീട്ടിലുള്ള ആർക്കും സലാം പറയാന്ന് പറഞ്ഞാൽ, കയറി വരുന്ന ആള് പുരുഷനാണെങ്കിൽ വീട്ടിലുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും അതുപോലെ അമുസ്ലിങ്ങൾക്ക് വരെ, കാരണം നിങ്ങളുടെ വീടല്ലാത്തെന്ന് പറഞ്ഞാൽ ആരുടെ വീടും ആകാമല്ലോ, അവർക്ക് വരെ സലാം പറയാം എന്നതിൻ്റെ തെളിവുകളിൽ ഒരു തെളിവായിട്ട് പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചത് കാണാൻ കഴിയും. അങ്ങനെയുള്ള മര്യാദകളൊക്കെ പാലിക്കുന്നത് ദാലിക്കും ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് ഖൈറാണ്. അന്യ സ്ത്രീയായ ആയിഷ റളിയല്ലാഹു അൻഹയും അന്യ പുരുഷനായ സഫാൻ റളിയല്ലാഹു അൻഹും തമ്മിൽ ഒറ്റക്കായ ഒരു സന്ദർഭത്തെ മുനാഫിക്കുകൾ ദുരുപയോഗം ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് അല്ലാഹു തആല ഇത് പറയുന്നത് എന്ന് നമുക്ക് ഓർമ്മയുണ്ടാകണം. അതുകൊണ്ട് തന്നെ അതിനൊന്നും ഇടവരുത്താതിരിക്കലാണ്, മനഃപൂർവ്വം ഇടവരുത്താതിരിക്കലാണ് നിങ്ങൾക്ക് ഖൈറ്. ലഅല്ലക്കും തദക്കറൂൻ, ഇതിലൂടെയൊക്കെ നിങ്ങൾ ഉത്ബുദ്ധരായേക്കാം. അഥവാ ഇങ്ങനെയൊക്കെയുള്ള അദബും മര്യാദയും പാലിക്കുന്നതിലൂടെ നിങ്ങൾ വളരെ ബുദ്ധിപൂർവം ജീവിക്കുന്ന, ശാസ്ത്രീയമായി ചിന്തിക്കുന്ന, തൻ്റെ ഇടമുള്ള ഒരു ജനതയാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അതിനുള്ള പ്രതീക്ഷയിലാണ് അതിനുവേണ്ടി ഇതൊക്കെ പറഞ്ഞു തരുന്നത് എന്ന് ചുരുക്കം. സംസ്കാര സമ്പന്നമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കൽ അങ്ങനെയൊക്കെയാണല്ലോ. വലാ തജസ്സസു, നിങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കരുത് എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ ഹുജറാത്തിൽ
അതുപോലെ മറ്റൊരു വിഷയം അതിൽ കുട്ടികൾ അനുവാദം ചോദിക്കണമെന്ന് 58-ാമത്തെ ആയത്തിൽ വരുന്നുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അനുവാദം കൊടുക്കുന്നത് ഇസ്തിനാസ് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള വിവേകമെത്തിയ മക്കൾ എങ്കിലും ആയിരിക്കണം. കൊച്ചു കുട്ടികൾ പോയിട്ട് വാതിൽ തുറന്നു കൊടുത്താൽ കയറാൻ പാടില്ല. പിന്നെ മോനെ ഉപ്പയെ വിളിക്കുകയെന്നോ ഉമ്മയെ വിളിക്കുകയെന്നോ ഒക്കെ പറയാനേ പാടുള്ളൂ. അതുപോലെ തന്നെ കയറാൻ പാടില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. നോക്കലും പാടില്ല എന്നാണ് പണ്ഡിതന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നോക്കിയാൽ കടന്നു കഴിഞ്ഞു എന്ന് വിശദീകരിച്ചത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ കാളിംഗ് ബെല്ലടിക്കുക, വാതിൽ തുറക്കുമ്പോൾ വാതിലിന്റെ നേരെ നിൽക്കാതെ, വാതിൽ തുറന്നാൽ അകത്തേക്ക് കാണുന്ന പോലെ നിൽക്കാതെ പുറത്തേക്ക് നോക്കി അല്ലെങ്കിൽ മാറി നിൽക്കുക. എന്നിട്ട് സാന്നിധ്യം അറിയിക്കുക, ആരാണെന്ന് പറയുക, ആരാണെന്ന് അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ പറയുക. അപ്പോൾ സന്തോഷത്തോടു കൂടി അകത്തേക്ക് ക്ഷണിച്ചാൽ സലാം പറഞ്ഞ ശേഷം മാത്രം കയറിയിരിക്കുക. ഇങ്ങനെയൊക്കെയാണ് മര്യാദകൾ എന്ന് പറയുന്നത്. സംസ്കാര സമ്പന്നമായ ഒരു സമൂഹത്തിൽ അതൊക്കെ വളരെ വലിയ കാര്യമാണ്. അതല്ലാത്തതൊക്കെ പിശാച്ചിന്റെ കാൽപ്പാടുകൾ പിന്തുടരലാണ്. അത് ലോഹ്യത്തിന്റെ പേരിൽ, അടുപ്പത്തിന്റെ പേരിൽ, വഅ്തുൽ ബുയൂത മിൻ അബ്വാബിഹ എന്ന് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ബഖറയിൽ. വാതിലിലൂടെ കടക്കണതിന് പകരം അടുക്കളയിൽ കൂടി കയറി ചെല്ലുക. അതുപോലെ തന്നെ അവരുടെ പ്രൈവസി തകർക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക, അനുവാദം കിട്ടാതെ കയറി ചെല്ലുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംസ്കാര സമ്പന്നമായ ഒരു സമൂഹത്തിന് ചേർന്നതല്ല എന്നർത്ഥം. ഇനി അങ്ങനെ ചോദിച്ചിട്ട് അനുവാദം കിട്ടിയില്ലെങ്കിലോ? അത് അടുത്ത ആയത്തിലുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം പറയാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദ്റ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.